Okay, good morning to all. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് കോമ്പോസിറ്റ്സ് അല്ലേ. Composites and some examples of composites. So the definition is two or more materials having chemically different constituent or composition and properties, which is entirely different from the individual materials, combined macroscopically. So there is no microscopic combination, or there is no lattice level, atomic level combination here. So distinct ആയിട്ടുള്ള രണ്ട് മെറ്റീരിയലിൻ്റെ കെമിക്കലി ഡിഫറെൻറ്റ് കോമ്പോസിറ്റ് രണ്ട് മെറ്റീരിയലിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ വഴി ഉണ്ടാവുന്ന ഒരു പുതിയൊരു മെറ്റീരിയലാണ് കോമ്പോസിറ്റ്സ്. ആൻഡ് കോമ്പോസിറ്റ് ഹാസ് ഗോട്ട് വെരി സുപ്പീരിയർ പ്രോപ്പർട്ടി ദാൻ ദി ബേസ് മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ നോക്കി വുഡ്, ബോൺ, ഇതൊക്കെ അതുപോലെ ഗ്രാനൈറ്റ്, ഇതൊക്കെ നാച്ചുറലി ഒബ്റ്റൈനിങ് കോമ്പോസിറ്റ്സ് നമുക്ക് പറയാം. ഇതെല്ലാം അതിൻ്റെ എല്ലാം സ്ട്രക്ചർ കോമ്പോസിറ്റ് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറാണ്. സോ കോൺക്രീറ്റ് അതൊരു മെൻമെയ്ഡ് കോമ്പോസിറ്റാന്ന് പറയാം. സെർമെറ്റ്സ് ഞാൻ പറഞ്ഞു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് സെർമെറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് സെറാമിക്സ് ആൻഡ് മെറ്റൽസ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് കാണിക്കുന്ന ഒരുപാട് ടൈപ്പ് സെർമെറ്റ്സ് ഉണ്ട്. കട്ടിംഗ് ടൂൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so a combination of two or more dissimilar materials having a distinct interface between them such that the properties of the resulting material are superior to the individual constituent components. ഇപ്പോൾ അതിൻ്റെ പല ഡെഫിനിഷൻസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ അതിൽ ഇത് ടു ഓർ മോർ മെറ്റീരിയൽസ് ഉണ്ടാവും. മാക്രോസ്കോപ്പിക്കലി ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ മെറ്റീരിയൽസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് കെമിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു എലോയ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്. സോ എലോയിനെ നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വി കാണ്ട് ഐഡൻറ്റിഫൈ ദ ഇൻഡിവിജ്വൽ മെറ്റീരിയൽ അല്ലേ. അത് കെമിക്കലി ബോണ്ട് ചെയ്തിട്ടാണുള്ളത്, അല്ലെങ്കിൽ അത് അറ്റോമിക് ലെവലിൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ അത് ബൈൻഡ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, ബട്ട് in the case of a composite we can it is macroscopically combined, so we can identify the different phases or different materials. എപ്പോഴും പറ്റണമെന്നില്ല. നമുക്കിപ്പോൾ ഒരു നാനോ മൈക്രോ ലെവലിലെ മെറ്റീരിയൽസിൽ അത് കാണണമെന്നില്ല, പക്ഷേ അത് മൈക്രോസ്കോപ്പിക് ലെവലിലാണ് അത് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. സോ നീഡ് ഫോർ ദ ഡെവലപ്മെന്റ് പറഞ്ഞു, വിത്ത് അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി ദർ ഹാസ് ബീൻ ഇൻക്രീസിംഗ് നീഡ് ഫോർ മെറ്റീരിയൽസ് വിത്ത് സുപ്പീരിയർ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് എപ്പോഴും ഒരു ട്രേഡ് ഓഫ്സ് ഉണ്ടാവും അല്ലേ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയലിൻ്റെ അതർ പ്രോപ്പർട്ടി വിൽ ബി ലെസ്. സോ രണ്ട് പ്രോപ്പർട്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടാവും. സോ അത്തരത്തിലുള്ള കേസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. Especially in the case of aerospace, space applications and all. പിന്നെ ഡിസൈൻ കൺസിഡറേഷൻ ആണ് സെക്കൻഡ് പറയുന്ന ഒരു നീഡ് ഫോർ ഡെവലപ്മെന്റ്. ഓക്കെ, സോ മെനി ഡിസൈൻ റിക്വയർമെന്റ്സ് ഫോർ സ്പെസിഫിക് ടാസ്ക് ഓഫ് ദ ഫ്യൂച്ചർ കോമ്പിനേഷൻ പ്രോപ്പർട്ടീസ് റിക്വയർഡ് ഈസ് നീഡഡ്. അതാണ് സെക്കൻഡ് നീഡ് ഫോർ ഡെവലപ്മെന്റ് പറഞ്ഞത്. സോ വാട്ട് മേക്സ് എ കോമ്പോസിറ്റ്സ്? കോമ്പോസിറ്റ്സിൽ എന്തൊക്കെ ഉണ്ടാവും? മെറ്റൽസ് ആവാം, സെറാമിക്സ് ഉണ്ടാവാം, പോളിമേഴ്സ് ഉണ്ടാവാം. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ആക്ച്വലി ഒരു കോമ്പോസിറ്റ്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മെറ്റൽ, സെറാമിക്സ്, പോളിമേഴ്സ് ഒക്കെ ഉണ്ടാവും. ബട്ട് ദർ വിൽ ബി ടു ഡിഫറെൻറ്റ് ഫേസസ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ കോമ്പോസിറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് എ കണ്ടിന്യൂസ് ഫേസ് കോൾഡ് മെട്രിക്സ്, in which a stronger phase called reinforcement or dispersed phase അല്ലെ, അങ്ങനെ രണ്ട് ഫേസസ് അല്ലെ. എ കണ്ടിന്യൂസ് ഫേസ് കോൾഡ് മെട്രിക്സ് in which a stronger phase called reinforcement or dispersed phase are embedded. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ അകത്ത് ഇതുപോലത്തെ റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ഒരു മെറ്റീരിയലാണ് കോമ്പോസിറ്റ്സ്. സോ ദിസ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ ഓർ ദിസ് reinforcement or dispersed phase can be, it consists of either particles or fibers. Okay. So particularly നമ്മൾ അതിൻ്റെ the characteristics of the final composite or the properties of the composite will it is determined by especially by the particularly by the geometrical and spatial characteristics of the this reinforcement phase. ഏതൊക്കെയാണ് നോക്കുന്നത്? കോൺസെൻട്രേഷൻ, സൈസ്, ഷേപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, ഓറിയന്റേഷൻ ഒക്കെയാണ്. ഫിഗർ നമ്മൾ നോക്കിയതാണ്. ഓരോ ഫിഗറിലും എങ്ങനെയാണ് അതിൽ മെട്രിക്സ് ഫേസും കാണിക്കുന്നുണ്ട്, അതിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും കാണിക്കുന്നുണ്ട്. സോ ഹൗ ദി reinforcement or the dispersed phase is arranged in the matrix phase. Based on that, the properties of the final composite will change. Okay, ഇപ്പോൾ ഒരു ട്രീ ആണ് കാണിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ്സ്. ഇതൊരു ജസ്റ്റ് നിങ്ങളെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളൊരു
ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. ഇതിലും ഫർദർ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ there are two phases in a composite അല്ലെ, ഒരു റീഇൻഫോഴ്സ്മെന്റ് ഫേസും ഉണ്ട്, ഒരു മെട്രിക്സ് ഫേസും ഉണ്ട്. സോ ബോത്ത് ഹാസ് ഗോട്ട് their own റോൾ. അപ്പോൾ ആക്ച്വലി കോമ്പോസിറ്റ്സിൽ മാക്സിമം ലോഡ് ബോൺ ചെയ്യുന്നത് ആരായിരിക്കും? റീഇൻഫോഴ്സ്മെന്റ് ഫേസ് ആണ്. അതിൻ്റെ അകത്ത് വെക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫൈബേഴ്സ് ആയിരിക്കും മാക്സിമം ഫോഴ്സ് ബോൺ ചെയ്യുന്നത്. ഓക്കെ. So the reinforcing phase is usually low density, strong, stiff and thermally stable phase. Based on the reinforcement phase, they are classified into two: particle reinforcement composite and fiber reinforced composite. So particle reinforced, there are two types: large particle reinforced and dispersion strengthened composites. And in fiber reinforced, there are two: continuous and discontinuous fiber reinforced composites. So next is role of matrix phase. Like അല്ലെ, ഇത് പറഞ്ഞ പോലെ തന്നെ മെട്രിക്സ് ഫേസിനും അതിൻ്റെ റോൾ ഉണ്ട്. എന്താണ് അത്? ഈ പറയുന്ന നമ്മളെ റീഇൻഫോഴ്സ് ചെയ്ത് ആ ഒരു മെറ്റീരിയലിനെ ബൈൻഡ് ചെയ്ത് നിൽക്കണം അല്ലേ? ശരിയല്ലേ? ബൈൻഡ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇറ്റ് ബൈൻഡ്സ് ആൻഡ് ഹോൾസ് എ റീഇൻഫോഴ്സിങ് ഫേസ് ഇൻ പ്ലേസ്. അതുകൂടാണ്ട് ഒരുപാട് അതിൻ്റെ റോൾസ് നമ്മൾ ഇന്നലെ വായിച്ച് നോക്കിയതാണ് ഇതൊക്കെ. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് മെട്രിക്സ്. ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. So according to the or based on the nature of matrix, we can classify composites into three: polymer matrix composite, PMCs, metal matrix composites, MMCs, and ceramic matrix composites, CMCs. അങ്ങനെ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. So for നമ്മൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, in polymer matrix composite there are lots of examples. The important one is GFRP, glass fiber reinforced plastic. ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അപ്പോൾ പോളിമർ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക്. അപ്പോൾ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്. CFRP is there, that is carbon fiber reinforced plastic. എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്? The matrix is made up of polymer. It is made up of plastic. And the fiber which is used as a reinforcement is, in GFRP it is glass fiber. In CFRP it is carbon fiber. Okay. അതിൻ്റെതായ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൻ്റെതായ പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ട്. ഓക്കെ. മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റിൽ എന്തായിരിക്കും? മെറ്റൽ വിൽ ബി ദ മെട്രിക്സ്. ഓക്കെ. An example is aluminum and Al2O3. Aluminum oxide composite is there. In that, aluminum metal is the matrix, and Al2O3 is used as the reinforcement or reinforced phase there. Ceramic matrix composite is there. So ceramic is used as the matrix. So the matrix will be a ceramic matrix. So Al2O3 in silicon carbide, SiC, is an example for ceramic matrix composites. Al2O3 is a ceramic matrix in which the reinforcement is fiber reinforcement is silicon carbide. So Al2O3 SiC is the final composite. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പോസിറ്റ്സ്. ഒന്ന് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ഓർ PMCs. PMCസിൻ്റെ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് പോളിമർ റെസിൻ അല്ലെ. മെട്രിക്സ് മെറ്റീരിയൽ ഈസ് പോളിമർ റെസിൻ. Okay, so these composites are composed of a polymer resins in which are embedded the high strength, high stiffness fibers. So ഈ polymer matrix resinലാണ് നമ്മളെ fibers embedded ചെയ്തിട്ടുള്ളത് അല്ലേ. So fibers have their own property like high strength, high stiffness. Okay. So reinforcements other than fibers are very uncommon. Usually fiber reinforcements ആണ് ചെയ്യുന്നത്, particle reinforcement അല്ല. And these PMCs are used in the greater diversity of composite application, also in large quantity. Okay, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ് PMCs or polymer matrix composites. Okay, advantages of PMCs over metal or ceramic matrix composites. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 3 types ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. One is polymer matrix composites, second one is metal matrix composites, and third one is ceramic matrix composites. So comparative advantages എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. Relative advantages of
this polymer matrix composites over metal or ceramic matrix composites എന്ന് പറയുന്നത്. First one is low density, high specific strength, high specific stiffness, ease of fabrication, cost, ability to be made into intricate or complicated shapes, and low fabrication cost. So these are the different advantages of PMCs over the other two types of matrix composites. Okay. So they also possess reasonably good mechanical and electrical properties and good corrosion resistance. So അങ്ങനെ ഒരു added advantage ഉണ്ട്. They also possess reasonably good mechanical and electrical properties and good corrosion resistance. Also, a wide variety of PMCs are available, facilitating flexibility in selection for any particular application. So, ഒരു advantage പറയുന്നത് the flexibility, because there are a lot of or a wide variety of polymer matrix composites available. So, it helps us in selecting for any particular applications. ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് PMCs ആർ അവൈലബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സെലക്ഷൻ ഈസ് ഈസി അല്ലേ. നമുക്ക് വേണ്ട ആപ്ലിക്കേഷന് വേണ്ട കൃത്യമായ ഒരു കോമ്പോസിറ്റ് നമുക്ക് ഈ PMCs തന്നെ ലഭ്യമാകും. നമ്മൾ കാണുന്ന പോളിമേഴ്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് പ്ലാസ്റ്റിക്സ് ആണ്. പോളിമേഴ്സ് അതിൽ എപ്പോക്സീസ് ഉണ്ടാവും, ഫിനോളിക്സ് ഉണ്ടാവും. ഓക്കെ, സോ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്, അതുപോലെ തന്നെ തെർമോപ്ലാസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വാട്ട് ഈസ് തെർമോസെറ്റിംഗ് ആൻഡ് വാട്ട് ഈസ് തെർമോപ്ലാസ്റ്റിക്? So thermosetting plastics like epoxies and phenolics, which can withstand high temperatures, are common polymer matrix material. Okay, അപ്പോൾ PMCs polymer is the matrix material, and commonly used polymer matrix materials ഏതാണ്? Thermosetting plastics like epoxies and phenolics can be used as polymer materials. In that, epoxies have better mechanical and electrical properties, but they are costlier, and phenolics, they are cheaper when compared to epoxies and can withstand higher surface temperatures, but they are having relatively lower mechanical properties. So അതിലും വ്യത്യാസങ്ങളുണ്ട് അല്ലേ. നമ്മൾ എപ്പോക്സീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുപ്പീരിയർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കിട്ടും, ബട്ട് അത് കോസ്റ്റ്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് അത്രയും ക്യാപിറ്റൽ കോസ്റ്റ് അത്രയും ചിലവാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല ഒരു മെറ്റീരിയൽ നമുക്ക് നല്ലൊരു PMC ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, if you are using phenolics as the matrix, it can be made at a cheaper cost, but and അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ സർവീസ് ടെമ്പറേച്ചേഴ്സ് ബട്ട് റിലേറ്റീവ്ലി ലോവർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് when compared with epoxies. സെക്കൻഡ് ഒരു കാറ്റഗറിയാണ് തെർമോപ്ലാസ്റ്റിക്സ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തെർമോപ്ലാസ്റ്റിക്സ് ഉണ്ട്. തെർമോപ്ലാസ്റ്റിക്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് മെട്രിക്സ് മെറ്റീരിയൽസ് ബിക്കോസ് ദേ ക്യാൻ ബി റീവർക്ക്ഡ്, have low processing time. നമുക്കറിയാം thermoplastics can be recycled, reworked, and they have low processing time, and at normal temperature they have an optimum combination of toughness, rigidity, creep resistance. Okay, so polymer matrix composites നമ്മൾ നോക്കി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു composite material ആണ് PMCs. Okay, so the PMC, the name comes from, it is a matrix based classification of composites. So polymer is the, or polymer resin is the matrix material used here. Okay, so polymer resin എന്ന് പറഞ്ഞാൽ it is a plastic based ഒരു മെറ്റീരിയൽ ആണ് പോളിമർ. ഓക്കെ, അപ്പോൾ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പ്ലാസ്റ്റിക്സ് ഒക്കെ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. സോ അതിൻ്റെതായ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. നമ്മൾ നോക്കി എന്താണ് അതിൻ്റെ സ്പെസിഫിക് സ്ട്രെങ്ത് കൂടുതലാണ്, അത് ലോ ഡെൻസിറ്റി ആണ് അല്ലെ, സ്റ്റിഫ്നെസ് കൂടുതലാണ്. സോ ഈസ് ഓഫ് ഫാബ്രിക്കേഷൻ, ഈസി ടു ഫാബ്രിക്കേറ്റ്. Also one advantage is a wide variety of PMCs are available, so that we can choose it for a wide variety of applications. Okay, so specifically ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് can be used as polymers. In thermosetting plastics we can use epoxies and phenolics. Epoxies and phenolics in relative advantages and disadvantages. Epoxies are costlier, phenolics are cheaper, but epoxies have better mechanical and electrical properties when compared to phenolics. But phenolics are having higher temperature resistance, higher operating temperature resistance. Okay, അതുപോലെ തന്നെ തെർമോപ്ലാസ്റ്റിക്സിലും ഉണ്ട് കുറേ ടഫ്നെസ്, റിജിഡിറ്റി, ക്രീപ്പ് റെസിസ്റ്റൻസ്. ഇതൊക്കെ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ഓർ മെറ്റൽസ് മെറ്റീരിയൽസിന്റെ അഡ്വാൻറ്റേജസ് ആണ്.
Glass, graphite, carbon, and aramid are most common fiber materials used with the PMCs. അപ്പോൾ പി എം സിസിന്റെ മെട്രിക്സ് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. പി എം സി ഇസ് എ മെട്രിക്സ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പോളിമർ ഈസ് ദി മെട്രിക്സ് മെറ്റീരിയൽ യൂസ്ഡ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? So commonly used reinforcement materials are glass. We can use glass fibers. We can use graphite. We can use carbon fibers. We can use aramid type fibers. Aramid is a particular type of material. Aramid fibers. These are the most common fiber materials used with the PMCs. Okay. അപ്പോൾ നമ്മൾ പി എം സിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതാണല്ലേ, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ, അതുപോലെ കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ, അതുപോലെ തന്നെ അരാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ഉണ്ട്. ഓക്കെ. സോ to a lesser extent, other reinforcement materials like boron, silicon carbide, aluminum oxide, etc. are also used. Okay. അപ്പോൾ ചെറിയ തോതിൽ ഈ പറയുന്ന ഫൈബേഴ്സ് മീൻസ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ബോറോൺ, സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം ഓക്സൈഡ്, എക്സെട്ര. ഓക്കെ. അപ്പോൾ നമുക്ക് പി എം സിയിലെ ഒരു 2-3 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് GFRP അല്ലെ. ഏതാണ്? ഈ പോളിമർ മെട്രിക്സിൽ നമ്മൾ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോമ്പോസിറ്റ് ആണ് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ്. ഓക്കെ. GFRP. ദിസ് കോമ്പോസിറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ഫൈബർ ഗ്ലാസ്. ഇതിനെ നമ്മൾ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ആണ് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സിംഗ് ഫേസ് ഏതാണ്? ഗ്ലാസ് ഫൈബർ ഈസ് യൂസ്ഡ് ആസ് ദി reinforcing material or reinforcing phase in this composite. The glass fiber, either continuous or discontinuous, having a diameter between 30 to 20 micron is used. Glass fiber ഏതാണ്? നമുക്കറിയാം ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സിൽ അഗെയിൻ there are 2 types അല്ലെ. കണ്ടിന്യൂസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് ഉണ്ട്. സോ ഈ ഗ്ലാസ് ഫൈബറിന്റെ കേസിൽ both can be used and they are having diameter of 3 to 20 micrometer. So the type of glass used here is E-glass. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗ്ലാസസ് ഉണ്ട്. The type of glasses used here is E-glass. അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വെരി ഹൈ സ്പെസിഫിക് സ്ട്രെങ്ത്, കെമിക്കലി ഇനേർട്ട് ടു എ വൈഡ് വെറൈറ്റി ഓഫ് കൊറോസീവ് എൻവയൺമെന്റ്സ്. സോ ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ല അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്. They have very high specific strength. They are chemically inert to a wide variety of corrosive environments. സോ അത്തരത്തിലുള്ള എൻവയോൺമെന്റ്സിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്ലിക്കേഷൻ റിക്വയർമെന്റ്സിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് PMC യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. In spite of having very high strength, they are not very stiff and rigid. Not suited for structural applications in aerospace industry. So നമുക്കറിയാം മാക്സിമം നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്ന എവിടെയാണ്? കോമ്പോസിറ്റ്സിന്റെ ഒക്കെ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ ഒരുപാട് അപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ, സ്പോർട്സ് ഇൻഡസ്ട്രി അല്ലെ, സ്പോർട്സ് ഇൻഡസ്ട്രീസിൽ സ്പോർട്സ് മെറ്റീരിയൽസ് അല്ലെ, എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ബാറ്റ്, റാക്കറ്റ്സ് അല്ലെ, ടെന്നീസ് റാക്കറ്റ്, ഇതിലൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് വെരി ഹൈ സ്ട്രെങ്ത്, they are not very stiff and rigid. സോ സ്ട്രെങ്ത് കൂടുതൽ ഉണ്ട് പക്ഷെ സ്റ്റിഫ്നെസ്സും റിജിഡിറ്റിയും ഇല്ല. നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കോളേജിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബീംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല. റൂമിന്റെ മുകളിലും ഒരുപാട് ഫ്ലോറുകൾ വരുന്നുണ്ട്. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു നിലയുണ്ടാവും അല്ലെ, ഒരു ഫ്ലോർ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം നമ്മളെ റൂമിന്റെ മുകളിൽ കൂടി നമ്മൾ ഫ്ലോറിന് ഹൊറിസോണ്ടലായിട്ട് ബീംസ് പോകുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ല റൂമിൽ, പക്ഷെ കോളേജിലും വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ നമുക്കറിയാം ബീംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ ഇങ്ങനെ. ഓക്കെ. പാർട്ടീഷൻ നടത്താത്ത റൂംസ് ആയിരിക്കും, വലിയ സെമിനാർ ഹാൾ പോലത്തെ അതിലൊക്കെ ബീംസ് പോകുന്നുണ്ടാവും. അപ്പൊ ഈ ബീംസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്താ, നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തത്. അപ്പൊ നമ്മൾ അതിൽ 2 കാര്യങ്ങളാണ് ഡിസൈൻ കൺസിഡറേഷനിൽ നോക്കല്. ഒന്നാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഡിസൈൻ ഫോർ സ്ട്രെങ്ത് ചെയ്യും, രണ്ടാമത്തെ ഡിസൈൻ ഫോർ സ്റ്റിഫ്നെസ് ചെയ്യും. അപ്പോൾ സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസൈൻ ഫൈനലി അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്ട്രെങ്ത്തിന് മാത്രം ഡിസൈൻ ചെയ്തു പക്ഷെ സ്റ്റിഫ്നെസ്സിന് ഡിസൈൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിംഗ് എന്ത് സംഭവിക്കും, ആ ബീം സാഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് ഫെയിൽ ആവില്ല പക്ഷെ അത് സാഗ് ചെയ്യും. ഓക്കെ. സാഗ് ചെയ്യുക പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാലോ, അത് സാഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങും.
ഇനീഷ്യലി ബീം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവില്ല അല്ലേ? നമ്മളിതിന് സ്ട്രെങ്ത്തിന് ഡിസൈൻ ചെയ്തു, സ്റ്റിഫ്നെസ്സിന് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് മുകളിൽ വരുന്ന ലോഡൊക്കെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളത് സ്ട്രെങ്ത്തിന് മാത്രം ഡിസൈൻ ചെയ്തു, പക്ഷെ നമ്മളത് സ്റ്റിഫ്നെസ് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബീം എന്ത് സംഭവിക്കും? ഇതുപോലെ സാഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് കാണാൻ ചില ബിൽഡിംഗ് ഒക്കെ ഇതുപോലെ സാഗ് ചെയ്തിട്ട് നിൽക്കും. കാരണം ഈ ബീമിന്റെ കേസിൽ എന്ത് ചെയ്യും? അവർ സ്ട്രെങ്ത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ സ്റ്റിഫ്നെസ് ഡിസൈൻ ചെയ്തില്ല. സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും നമുക്ക് അവിടെ വേണം. സോ ഈ കേസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? ഈ കേസിൽ എന്നാൽ ഇൻസ്പൈറ്റ് ഓഫ് ഹാവിംഗ് വെരി ഹൈ സ്ട്രെങ്ത് ദേ ആർ നോട്ട് വെരി സ്റ്റിഫ് ആൻഡ് റിജിഡ്. അപ്പോൾ ഈ പറഞ്ഞ കോമ്പോസിറ്റ്സ് ദേ ആർ നോട്ട് വെരി സ്റ്റിഫ് ആൻഡ് റിജിഡ്. സോ ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസ്. അതാണ് ഇപ്പോൾ പറയുന്നത്. സ്ട്രക്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. സോ എയറോസ്പേസ് ഇൻഡസ്ട്രിയിലെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ബിൽഡിംഗ് അല്ലേ, അതൊരു സ്ട്രക്ചറാണ്. സ്ട്രക്ചറിന്റെ കേസിൽ എന്താണ്? ദേ ഹാവ് ടു അവിടെ സ്ട്രെങ്ത്തും വേണം, സ്റ്റിഫ്നെസ്സും വേണം. So this particular composite GFRPs can be used for structural applications in aerospace industries. പക്ഷെ അതിന്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്നുണ്ട്? ബട്ട് ദർ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓട്ടോമോട്ടീവ് ആൻഡ് മെറൈൻ ബോഡീസ്, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഇൻഡസ്ട്രിയൽ ഫ്ലോറിങ്സ്, പ്ലാസ്റ്റിക് പൈപ്സ്. ഇവിടെയൊക്കെ ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ അപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിക്കണം. അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം ഇൻഡിവിജ്വൽ അപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എയറോസ്പേസിൽ ഈ ഒരു പർട്ടിക്കുലർ GFRP യൂസ് ചെയ്യൂല. സെക്കൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്താണ്? കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. സെക്കൻഡ് എക്സാമ്പിൾ ഈസ് കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. സോ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്കറിയാം കാർബൺ വിൽ ബി ദി റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദിസ് പോളിമർ മെട്രിക്സ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ ഫൈബേഴ്സ്. കാർബൺ ഫൈബറിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. They have the highest specific strength and specific modulus. They retain their higher strength even at higher temperatures. At room temperatures, carbon fibers are not affected by moisture or a wide variety of solvents and acids. So, moisture environmental work ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? They are not attacked by or affected by acids or solvents. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. കാർബൺ ഫൈബർ യൂഷ്വലി ഡയമീറ്റർ 4 to 10 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഗ്ലാസ് ഫൈബർ എത്രയായിരുന്നു? ഓൾമോസ്റ്റ് 3 or 4 to 20 മൈക്രോൺസ് വരെ യൂസ് ചെയ്തു. കാർബൺ ഫൈബർ 4 to 10 മൈക്രോൺസ് വരെയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഡയമീറ്റർ. Fibers are generally coated with a protective epoxy to improve bonding with the matrix phase. So matrix ആയിട്ട് ഇത് ബൈൻഡ് ചെയ്ത് നിൽക്കുകയാണ്. So in order to improve the bonding, they are coated with a protective epoxy. The applications of carbon fiber reinforced polymer. So carbon fiber reinforced polymer aerospace structural compounds ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് because they are having enough strength and stiffness. Okay, പക്ഷേ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ് എന്തായിരുന്നു? സ്റ്റിഫ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വി ആർ നോട്ട് യൂസിങ് ഇറ്റ് ഫോർ സ്ട്രക്ചർ ആപ്ലിക്കേഷൻസ് ഇൻ എയറോസ്പേസ് ഇൻഡസ്ട്രീസ്. ബട്ട് carbon fiber reinforced composites are used in aerospace structural components, used as filament wound, rocket motor case, sports equipments, pressure vessels, etc. So these are the different applications of carbon fiber reinforced polymer composites. തേർഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ഇതൊക്കെ പറയുന്നത് എവിടെയാണ്? ദീസ് ഓൾ എക്സാമ്പിൾസ് ആർ കമ്മിങ് അണ്ടർ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ വരുന്ന ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് ഇതല്ലേ. പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റിൽ ഓരോ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ, പോളിമർ ആണ് മെട്രിക്സ്, അതിൽ നമുക്ക് ഡിഫറെന്റ് റീഇൻഫോഴ്സ്മെന്റ്സ് ഉപയോഗിക്കാം. ആ ഡിഫറെന്റ് റീഇൻഫോഴ്സ്മെന്റ് അനുസരിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ടാണ് ഇപ്പൊ പറയുന്നത് അല്ലെ. അതിൽ നമുക്ക് ഗ്ലാസ് ഫൈബർ ഉപയോഗിക്കാം, അതിൽ നമുക്ക് കാർബൺ ഫൈബർ ഉപയോഗിക്കാം, അതിൽ നമുക്ക് എറാമിഡ് ഫൈബർ ഉപയോഗിക്കാം. സോ എറാമിഡ് ഫൈബർ ഉപയോഗിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ആണ് എറാമിഡ് ഫൈബർ, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കോമ്പോസിറ്റ് ആണ് എറാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ കോമ്പോസിറ്റ്. സോ എറാമിഡ്സ് കെമിക്കലി നോൺ ആസ് പോളിയമൈഡ്. പോളിയമൈഡ്സിനെ നമ്മൾ എറാമിഡ്സ് എന്ന് പറയുന്നത്. അതിന് എറാമിഡ്സിന് എക്സാമ്പിൾ ആണ് കെവ്ലാർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കെവ്ലാർ ആൻഡ് നോമെക്സ്. കെവ്ലാർ ഒക്കെ നമ്മൾ സ്പേസ് ഷട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കെവ്ലാർ ഒക്കെ. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ലോവർ ടെമ്പറേച്ചറിലൊക്കെ, ക്രയോജനിക് ടെമ്പറേച്ചറിലൊക്കെ, വെരി ലോ ടെമ്പറേച്ചറിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കെവ്ലാറൊക്കെ. സോ അതൊക്കെ സ്പേസ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. സോ അതൊക്കെ വരുന്നത് എറാമിഡ്സ് എന്നുള്ള ഈ ഒരു പോളിയമൈഡ് ഫാമിലിയിലാണ് ഇതൊക്കെ വരുന്നത്. സോ അഡ്വാൻറ്റേജസ് ഓഫ് എറാമിഡ് ഫൈബർ: ഹൈ സ്ട്രെങ്ത്, ഹൈ മോഡുലസ് മെറ്റീരിയൽ, സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ഈവൻ സുപ്പീരിയർ ടു മെറ്റൽസ്. സോ ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ അല്ലെ.
ചെറിയ അതിൻ്റെ വെയിറ്റ് കുറവാണ്, പക്ഷെ അതിൻ്റെ സ്ട്രെങ്ത് അതിനേക്കാളും 10 മടങ്ങ് അധികമാണ്. സോ they will be having high strength to weight ratio. So even superior to metals. Toughness, impact resistance, and resistance to creep and fatigue failure. So these are the different advantages of aramid fibers. So aramid fibers in example are Kevlar and Nomex, and chemically known as polyamide. Fibers are resistant to combustion, temperature resistant ആണ്, stable between the temperature range 200 to minus 200 to 200 degrees Celsius, retaining their high mechanical properties. ഞാൻ പറഞ്ഞ പോലെ അത് ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ ആ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫൈബറാണ് ഈ അരാമിഡ് ഫൈബർ. വെരി ലോ ടെമ്പറേച്ചറിലും അതിന് വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു കെവ്ലാർ മെറ്റീരിയലൊക്കെ ക്രയോജനിക് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. Chemically, they are attacked by strong acids but relatively inert to other solvents. പക്ഷെ കെമിക്കലി അത് ആസിഡ് അറ്റാക്ക് സ്റ്റെബിലിറ്റി ഇല്ല അല്ലെ. കെമിക്കലി they are attacked by strong acids but relatively inert to other solvents. Applications നോക്കാം. Bullet proof vest and armor, sporting goods, tires, ropes, steel cases, pressure vessels, automotive brake and clutch linings, and gaskets. So these are the different applications of aramid fiber reinforced polymer composites. Bulletproof vest ഉണ്ടാക്കാം, ആമർ അല്ലെ, സ്പോർട്ടിംഗ് ഗൂഡ്സ്, ടയേഴ്സ്, റോപ്സ്, മിസൈൽസ്. അപ്പോൾ ഇതിന്റെ അരാമിഡ് ഫൈബർ യൂസ് ചെയ്യുന്ന കോമ്പോസിറ്റ്സിന്റെ ആപ്ലിക്കേഷൻ അറിയാം. നിങ്ങൾക്കറിയാം ഒരു ഗ്രൂപ്പ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണല്ലോ ഇതിൽ. അങ്ങനെ മിസൈൽ കേസസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അത് സ്ട്രക്ചറൽ ആപ്ലിക്കേഷനൊന്നും കൂടുതലായിട്ട് വരുന്നില്ല അരാമിഡ് ഫൈബേഴ്സ്. ബിക്കോസ് അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് ആണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഈ കേസിൽ, എയറോസ്പേസ് കേസിലൊക്കെ. ഓക്കെ, ഇപ്പോൾ സ്പെസിഫിക് ആപ്ലിക്കേഷൻ അതിൻ്റെ എല്ലാം ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, മിസൈൽ കേസസ്, സ്പോർട്ടിംഗ് ഗൂഡ്സ്, ടയേഴ്സ്, പിന്നെയോ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലൈനിങ്സ്, ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിപ്പോ നമ്മൾ നോക്കിയ എന്താണ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് അല്ലെ. അതിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ഗ്ലാസ്, കാർബൺ, സെറാമിക്സ്. ഈവൻ അതർ മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ലൈക്ക് ഗ്രാഫൈറ്റ്. അതുപോലത്തെ അതർ മെറ്റീരിയൽസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽസ് ഇൻ ദ കേസ് ഓഫ് പോളിമർ മെട്രിക്സ്. അങ്ങനെ ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. So other reinforcement fibers used in PMCs have higher specific strength and specific moduli. So boron is such a material. So boron fiber reinforced composites are used in military aircraft components, helicopter rotor blades, sporting goods, etc. ബോറോൺ ഒരു റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമ്മൾ ബോറോൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് എന്ന് പറയും. അതിന്റെ സ്പെസിഫിക് ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്? മിലിറ്ററി എയർക്രാഫ്റ്റ് കോമ്പോണൻസ്, helicopter rotor blades, sporting goods. Another material is silicon carbide and aluminum oxide fibers. അതും യൂസ് ചെയ്യുന്നുണ്ടല്ലേ റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽ ആയിട്ട്. സിലിക്കൺ കാർബൈഡ് ആൻഡ് സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ് നമുക്കറിയാം, അത് രണ്ടും സ്ട്രോങ് മെറ്റീരിയൽസ് ആണ്, ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് അല്ലെ. സിലിക്കൺ കാർബൈഡ് ആൻഡ് അലുമിനിയം ഓക്സൈഡ് ഫൈബേഴ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ മിലിറ്ററി ആർമർ, റോക്കറ്റ് നോസ് കോൺസ്, സർക്യൂട്ട് ബോർഡ്സ്, ടെന്നീസ് റാക്കറ്റ്സ് എക്സെട്ര. അതൊക്കെ അതിന്റെ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ, മെട്രിക്സ് കോമ്പോസിറ്റ്സിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. ഇത്രയും നേരം നമ്മൾ നോക്കിയ എന്തായിരുന്നു? പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ആയിരുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക്സ് പോളിമർ ആയിരുന്നു, പ്ലാസ്റ്റിക് ആയിരുന്നു. അതായത് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം, തെർമോ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാം അല്ലെ, എപ്പോക്സീസും ഫെനോളിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ. അതിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ് ഏത്? ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്, കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്, അരാമിഡ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സ്. എങ്ങനെയാണ് ഈ എക്സാമ്പിൾ വന്നത്? ബേസ്ഡ് ഓൺ ദി റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽ. അവിടെ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽ ആണ് ഈ ഗ്ലാസും ഈ കാർബണും ഈ പറയുന്ന അരാമിഡും ഒക്കെ. അതുകൂടാണ്ട് അതർ മെറ്റീരിയൽസ് ക്യാൻ ബി ഓൾസോ യൂസ് ലൈക്ക് ബോറോൺ, സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം ഓക്സൈഡ്. ഓരോന്ന് യൂസ് ചെയ്യുമ്പോൾ അത് ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് മെട്രിക്സ് ബേസ്ഡ് കോമ്പോസിറ്റ്സിൽ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. നമുക്കറിയാം, ആസ് നെയിം ഇൻഡിക്കേറ്റ്സ്, മെറ്റൽ വിൽ ബി ദി മെട്രിക്സ് മെറ്റീരിയൽ യൂസ്ഡ് ഹിയർ. So metal matrix composites are not as popular as polymer composites. This is mainly because of the high density of metals. നമുക്കറിയാം മെറ്റലിന്റെ ഡെൻസിറ്റി when compared to plastic അല്ലെങ്കിൽ polymers, it is very high.
ഡെൻസർ ആണ് മെറ്റൽ അല്ലെ പോളിമേഴ്സിനെക്കാളും. സോ ഹൈ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ആസ് പോപ്പുലർ ആസ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. ഓക്കെ, പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. Metals not only offer greater strength, but even though it has got high density, metals have greater strength and stiffness. Also can withstand much higher temperature than polymer matrices. പോളിമറിന്റെ കേസ് നമുക്കറിയാം വെരി ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യൂല, ലോ ടെമ്പറേച്ചർ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം പോളിമേഴ്സ് പ്ലാസ്റ്റിക്സ് അറിയാം, നമുക്ക് വെരി ഹൈ ടെമ്പറേച്ചറിൽ പോയാൽ എന്താ സംഭവിക്കുക അറിയാം. സോ ബട്ട് മെറ്റൽസ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് when compared to polymers. Even they also got greater strength and stiffness. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇൻ പ്രാക്ടീസ് മെറ്റൽ മെട്രിക്സസ് ആർ യൂസ്ഡ് ഫോർ ദോസ് അപ്ലിക്കേഷൻസ് വെയർ പോളിമർ മെട്രിക്സസ് ആർ അൺഏബിൾ ടു മീറ്റ് ദ സർവീസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിക്വയർമെന്റ്സ്. സോ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോസിറ്റ്സ് ആണ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. ഇവൻ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് അവൈലബിൾ ആണ്. സോ നമുക്കൊരു വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസിന് ചൂസ് ചെയ്യാനുള്ള ഒരു നമുക്ക് അത്രയും വെറൈറ്റി ഓഫ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് ഉണ്ട് അല്ലെ. സോ ചില കേസിലൊന്നും പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് നമുക്ക് അതിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല, നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അത്തരത്തിലുള്ള കേസിലാണ് നമ്മൾ വി വിൽ ഗോ ഫോർ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. So MMCs are capable of developing better characteristics than their base metals. Hence, reinforcing metal matrices are observed to have improved specific strength. ഈ MMCസിന്റെ കേസിൽ നോക്കിയാൽ അതിന്റെ MMCസിന്റെ കേസിൽ ബേസ് മെറ്റലിനെക്കാളും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് കാണിക്കും. എല്ലാ കോമ്പോസിറ്റ്സും അതുപോലെ തന്നെയാണ്. ബേസ് മെറ്റൽസിനെക്കാളും സുപ്പീരിയർ ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് ഫൈനൽ കോമ്പോസിറ്റ് കാണിക്കും. അതുപോലെ തന്നെ റീഇൻഫോഴ്സിങ് മെറ്റീരിയൽസിന് എന്ത് കൊടുക്കും, ഇത് സ്ട്രോങ്ലി ബൈൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഇമ്പാർട്ട് ഇംപ്രൂവ്ഡ് സ്പെസിഫിക് സ്ട്രെങ്ത്, സ്പെസിഫിക് സ്റ്റിഫ്നെസ്, അബ്രാഷൻ റെസിസ്റ്റൻസ്, ക്രീപ്പ് റെസിസ്റ്റൻസ്, thermal conductivity and dimensional stability to the material used. Reinforcing reinforcing ഈ പറയുന്ന മെറ്റൽ റീഇൻഫോഴ്സിങ് മെറ്റീരിയൽസിന് ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഫിസിക്സ് സ്ട്രെങ്ത് ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട് അല്ലെ. സോ ദർ ബോത്ത് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ഉണ്ട്. വി ക്യാൻ ഗോ ഫോർ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസ്. അബ്രാഷൻ റെസിസ്റ്റൻസ് ആണ് എന്ന് വെച്ചാൽ ഹാർഡ്നെസ് ഉണ്ട്. ക്രീപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഓൾസോ. they will be having certain amount of creep resistance. Thermally conductivity ഉണ്ടാവും, കാരണം മെറ്റൽ മെട്രിക്സസ് ആണ്. ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് MMCs ഓർ PMCs. അപ്പോൾ PMCസിന് മുകളിലുള്ള ചില അഡ്വാൻറ്റേജസ്, PMCസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നോക്കി. അതിന്റെ മുകളിൽ ചില അഡ്വാൻറ്റേജസ് ആണ് ഹയർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ്. PMCs പറഞ്ഞു ഹയർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. വി കാൻഡ് ഗോ ഫോർ ഹയർ ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് PMCs. they are polymers. But in the case of metal, we can go for very high operating temperature. Non-flammable ആണ് metals ഒക്കെ. Greater resistance to degradation by organic fluids. So പോളിമേഴ്സിന്റെ കേസിൽ അവിടെ എന്താണ്, ചില സോൾവെന്റ്സ് കൊണ്ടുള്ള അറ്റാക്സ് ഉണ്ടാവാം, ആസിഡ് അറ്റാക്സ് ഉണ്ടാവാം അല്ലെ. ഇൻ ദ കേസ് ഓഫ് മെറ്റൽസിന് അറ്റാക്സ് ഉണ്ടാവാം, ബട്ട് they can resist to a greater extent. MMCs are much more expensive than PMCs and their use is somewhat restricted. ഓക്കെ, ഇപ്പോൾ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, സ്പെസിഫിക് റീസൺസ് ഉണ്ട്. അതുകൂടാണ്ട് അത് കുറച്ചും കൂടി ചീപ്പറുമാണ് വെൻ കമ്പയർഡ് ടു MMCs. MMCs ആർ എക്സ്പെൻസീവ്, മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. MMCs ആർ എക്സ്പെൻസീവ് വെൻ കമ്പയർഡ് ടു PMCs. സോ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ യൂസേജ് റെസ്ട്രിക്റ്റഡ് യൂസേജ് മാത്രമേ ഉള്ളൂ. ജനറലി മെറ്റൽസ് വിത്ത് ലോ ഡെൻസിറ്റി ടുഗദർ വിത്ത് ദർ ലോ ടെമ്പറേച്ചർ ടഫ്നെസ് ആർ പ്രിഫേർഡ് ആസ് ദ മെട്രിക്സ് മെറ്റൽ. മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോ ഡെൻസിറ്റി മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറിൽ ഷോക്ക് ലോഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് മെറ്റൽസ് ആണ് മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈവൻ ഹൈ ഡെൻസിറ്റി മെറ്റൽസ് സർട്ടൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റൽസ് ആർ അലൂമിനിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം ആൻഡ് ദർ അലോയ്സ്. ഇപ്പോൾ മെറ്റൽ മെട്രിക്സ് കോമ്പോസിറ്റ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? അലൂമിനിയം, മെഗ്നീഷ്യം, ടൈറ്റാനിയം ആൻഡ് ദർ അലോയ്സ്. ചില സ്പെഷ്യൽ പർപ്പസിന് ഏതൊക്കെ യൂസ് ചെയ്യും? സൂപ്പർ അലോയ്സ്, വി ആർ യൂസിങ് സൂപ്പർ അലോയ്സ്, കോപ്പർ, നിക്കൽ ആൻഡ് സിൽവർ. സോ കോപ്പർ, നിക്കൽ ആൻഡ് സിൽവർ സൂപ്പർ അലോയ്സ് ആർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസസ്. The reinforcement may be in the form of particulates, both continuous and discontinuous fibers and viscous in selected applications. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ കുറെ ടൈപ്സ് ആവാം. അത് ഒന്നെങ്കിൽ പെബിൾസ് ലൈക്ക് പർട്ടിക്കുലേറ്റ്സ് ആവാം, അല്ലെങ്കിൽ അതിനേക്കാളും ഡയമീറ്റർ കുറഞ്ഞ വിസ്കേഴ്സ് ആവാം,
ഓക്കെ, അല്ലെങ്കിൽ ഫൈബർ ടൈപ്സ് മെറ്റീരിയൽസ് ആവാം. ഏത് ടൈപ്പും നമുക്ക് ഇതിൽ റീഇൻഫോഴ്സിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ കോൺസെൻട്രേഷൻ റേഞ്ച് ബിറ്റ്വീൻ 10-60% ബൈ വോളിയം. 10-60% കോൺസെൻട്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, എന്തായാലും ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ നിങ്ങളെ അറ്റൻഡൻസ് ഒന്ന് എല്ലാവരും പറയാം. അറ്റൻഡൻസ് പ്ലീസ്. ആകാശ് കെ എം, ആകാശ് കെ എം, അഖിലം, Present, sir.